ഹലോ നമസ്കാരം. സന്തോഷ് കുമാർ. 2.5 വർഷത്തിനുള്ളിലെ മൂന്നാമത്തെ കേരള സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ BJPയുടെ NDAയുടെ പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടികൾ. മാർച്ച് 29 പാലക്കാട് പ്രസംഗവും തൃശൂരിൽ റോഡ് ഷോയും. ഇന്ത്യയുടെ കാശിയാണ് പാലക്കാടെന്നും നിരവധി വികസന പദ്ധതികൾ പാലക്കാടിന് നൽകിയിട്ടുണ്ടെന്നും എ ക്ലാസ് മണ്ഡലങ്ങളിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനും കേരളം മാറി മാറി ഭരിച്ച LDF, UDF സർക്കാരുകൾ, ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകൾ കേരളം കട്ടുമുടിച്ചെന്നും ഭരണമാറ്റം നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 കേരള ഇലക്ഷനിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ 950 മുകളിൽ. 2026 മത്സരാർത്ഥികളുടെ എണ്ണം 890. സ്ഥാനാർത്ഥി പട്ടികയിൽ എണ്ണം താഴ്ന്ന നിലയിൽ. 2021 നിയമസഭാ സീറ്റിലെ 140 സീറ്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇടതുപക്ഷത്തിൻ്റെ CPIM 58 സീറ്റ് നേടി. പുതിയ LDF ഗവൺമെൻറ്റിന് വേണ്ടി മണ്ഡലങ്ങളിൽ 3000-നും 8000-നും ഇടയിൽ വോട്ടുകളുള്ള SDPയുടെ പിന്തുണ. വഞ്ചകർക്കുള്ള മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടീം UDF കേരളം ഭരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവായ VD സതീശൻ. തങ്ങളുടെ പിന്തുണയോടെ കേരളം ഭരിക്കാനാവുമെന്ന് BJPയുടെ പ്രതിപക്ഷ നേതാവായ രാജീവ് ചന്ദ്രശേഖർ. പാലായിൽ ഷോൺ ജോർജും മാണി C കാപ്പനും ജോസ് കെ മാണിയും പോരാട്ടത്തിൽ. കാസർഗോഡ് ജില്ലയിലെ K സുരേന്ദ്രൻ്റെ മണ്ഡലത്തിൽ സുരേന്ദ്രൻ വിജയിച്ചാൽ വീടില്ലാത്തവർക്ക് 3 മാസത്തിനുള്ളിൽ വീട് നൽകുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ നിലവിലെ MLA ആയ ടൂറിസം വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് മത്സരത്തിനൊരുങ്ങുമ്പോൾ 2021 LDF സർക്കാരിൽ അംഗമായി രാജിവെച്ച് പുതിയ പാർട്ടിയുണ്ടാക്കി ഒറ്റയ്ക്ക് ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് 15,000-ൽ കൂടുതൽ വോട്ടുകൾ നേടിയ PV അൻവർ UDFൻ്റെ പിന്തുണയോടെ എതിർകക്ഷിയായി. ജനവിധി ഏപ്രിൽ 9 മത്സരഫലം മെയ് 4 അറിയാം. എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്